ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു പുതിയ മൺചട്ടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ മയക്കി പഴക്കി എടുക്കാം എന്നുള്ളതിൻ്റെ വീഡിയോയുണ്ട് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ പാർവതിപുരം, തമിഴ്നാട്, നാഗർകോവിൽ, കന്യാകുമാരിയൊക്കെ പോകുന്ന ഒരു വഴിയിലുള്ള ഒരു ഷോപ്പാണ്. മൺചട്ടിയൊക്കെ അവിടെ തന്നെയാണ് അവർ തയ്യാറാക്കിയെടുക്കുന്നത്. അവിടെ നിന്ന് വാങ്ങിക്കുന്നില്ല കേട്ടോ. എനിക്ക് അവിടെ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് കുറേ നാൾ ചട്ടി പൊട്ടാതെയൊക്കെ ഇരിക്കും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് തന്നെ എപ്പോഴും പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ആ വാങ്ങിച്ചുകൊണ്ട് വന്ന പാടെ തന്നെ ഞാൻ ഇതിലേക്ക് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നിറയെ വെള്ളം പിടിച്ചിട്ട് ഒരു രാത്രി ഫുള്ളായിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് ആ ഒരു വെള്ളം കളഞ്ഞതിന് ശേഷം ഇതുപോലെ എന്തെങ്കിലും നല്ല കട്ടിയുള്ള സ്ക്രബ്ബർ വെച്ചിട്ട്, സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ഇതുപോലത്തെ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിലൊന്ന് ഉരച്ചൊന്ന് കഴുകിയെടുക്കാം. നല്ല മണ്ണിൻ്റെ ചട്ടി കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ കളറൊന്നും ഇളകില്ല കേട്ടോ. കളർക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ അതിൽ നിന്ന് കളർ ഇളകി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത്. ഇത്ര ചെറുതായിട്ടൊക്കെ ഇളകി പോയിട്ടുള്ള ഒരു മണ്ണിൻ്റെ നിറം മാത്രമേ ഉണ്ടായിരുന്നുള്ളേ. അപ്പോൾ നന്നായിട്ടൊന്ന് ഞാൻ കഴുകിയെടുക്കുന്നുണ്ട്, ഉരച്ചൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ കഴുകാൻ വേണ്ടിയിട്ട് കടലപ്പൊടിയോ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു അടുപ്പൊക്കെ കത്തിച്ചിട്ടുള്ള ഒരു ചാരം ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകിയെടുത്താലും നല്ലതാണ്. അപ്പോൾ എന്തായാലും ഞാൻ എല്ലാ ചട്ടിയും ഇതുപോലൊന്ന് ഉരച്ചൊന്ന് കഴുകിയെടുക്കുന്നുണ്ടേ. അപ്പോൾ എല്ലാ ചട്ടിയും ഞാൻ ഇതേ രീതിയിൽ തന്നെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ല രീതിയിലൊന്ന് ഒരു ഉണങ്ങിയൊരു ടവലോ തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. ആ ഒരു വെള്ളത്തിൻ്റെ അംശം പോകാൻ വേണ്ടിയിട്ടാണേ. എന്നിട്ട് ഞാൻ അതാ നേരെ വെയിലത്തോട്ടൊന്ന് വെച്ചിട്ടുണ്ട്. ഒരു ദിവസം ഫുള്ളായിട്ട് നമ്മൾ ആ ഒരു വെയിൽ കൊള്ളിക്കണം. തുടച്ച് നമ്മൾ വെച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചിട്ടൊന്ന് അകത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു വെയിലത്ത് ഒരു ദിവസം ഫുള്ളായിട്ട് അങ്ങ് വെക്കാം. നമ്മുടെ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഉള്ളിലോട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ജസ്റ്റ് അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ടൊന്ന് ഒരു ചെറിയൊരു കോട്ടിങ് പോലെ വരണം. ആ ഒരു രീതിയിൽ നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് എണ്ണ ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ആ ഒരു വെയിലത്തോട്ട് വെച്ചാൽ മതിയാകും. അപ്പോൾ ഒരു ദിവസം ഫുള്ളായിട്ട് അങ്ങനെ നല്ലോണം വെയിലത്തിരിക്കട്ടെ. അതിനുശേഷം നമ്മൾ അടുത്ത ദിവസം തൊട്ടാണ് പിന്നെ നമ്മളിത് സ്റ്റൗവിലോട്ട് വെച്ച് തുടങ്ങുന്നത്. അടുപ്പൊക്കെ കത്തിക്കണവരാണെന്നുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ചെയ്യാം. അല്ല ഇപ്പം എല്ലായിടത്തൊന്നും അങ്ങനെ തീ കത്തിക്കുന്ന അടുപ്പൊന്നും കാണില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാസ് സ്റ്റൗവിലൊക്കെ നമുക്കിത് മയക്കിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടല്ലോ, നമ്മൾ അരി കഴുകിയ വെള്ളം, അരി നമ്മൾ തിളപ്പിച്ച് ഊറ്റിയെടുത്തിട്ട് കഞ്ഞി വെള്ളം ഉണ്ടല്ലോ, അതും കൂടെ രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു ചട്ടിയിലോട്ട് ഒഴിച്ച് വെച്ചിട്ട് നല്ല രീതിയിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ തിളപ്പിച്ചെടുക്കും. ആ ഒരു വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് നമ്മൾ ചട്ടി അടുപ്പത്തോട്ട് വെക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണേ. അപ്പം ചട്ടിയിലുള്ള ആ ഒരു വിഷാംശമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം കുറച്ചൊന്ന് തിളച്ചൊക്കെ പൊങ്ങി കളയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ പുറത്തുനിന്ന് ആ പത പോലെ വരില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് കോരി ഒന്ന് മാറ്റിയാൽ മതിയാക്കും. അപ്പം പുറത്തോട്ടൊന്നും കളയാത്ത രീതിയിൽ നിൽക്കും. നന്നായിട്ട് തിളപ്പിച്ച് ഏകദേശം ഇത്രത്തോളം ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ടേ. എന്നിട്ട് നന്നായിട്ടൊന്ന് തണുത്ത് വന്നതിന് ശേഷം ആ ഒരു വെള്ളം കളഞ്ഞിട്ട് നല്ല രീതിയിൽ വീണ്ടും ഒന്ന് നല്ലോണം ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് തന്നെ ഉരച്ചൊന്ന് കഴുകി. സ്റ്റീൽ സ്ക്രബ്ബർ വേണ്ട, സാധാരണ നോർമൽ ഒരു സ്പോഞ്ചിൻ്റെയൊക്കെ സ്ക്രബ്ബർ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ഉരച്ചൊന്നിനെ വീണ്ടും കഴുകിയെടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് ആ ഒരു സ്റ്റൗവിലോട്ട് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കല്ലേ, പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ചെറിയൊരു ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ, ഇതിപ്പം ഫ്രിഡ്ജിൽ കുറച്ച് നാളായിട്ടിരുന്ന സ്റ്റോക്ക് തേങ്ങയാണ് കേട്ടോ. എല്ലിന്നുണ്ടെങ്കിൽ മല്ലി ഉണ്ടല്ലോ, ഉണക്കമല്ലി, അത് വെച്ചിട്ട് നമുക്ക് ചട്ടി ഇതുപോലെ ഒന്ന് മയക്കിയെടുക്കാം. അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഒരു പകുതി സവാള ഒന്ന് അരിഞ്ഞിട്ട് ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് കരിച്ചൊന്ന് എടുത്താലും മതി. നന്നായിട്ട് ഇതുപോലെ വഴറ്റി കരിഞ്ഞ് വരണം, ആ ഒരു പുകയൊക്കെ വരണം, അതുവരെ ഒന്ന് വഴറ്റി കൊടുത്താലും ചട്ടി നല്ലോണം പഴക്കി കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ തേങ്ങ അത് വെച്ചിട്ട് ഞാൻ നല്ല രീതിയിലൊന്ന് വറുത്ത് ആ ഒരു തേങ്ങ ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് കറുത്തൊന്ന് വരണം. കറുത്തൊന്ന് കരിഞ്ഞ പാകം ഉണ്ടല്ലോ, നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ കരിഞ്ഞ് വരണം, അത്രത്തോളം കരിച്ചെടുക്കണം. അപ്പോൾ ആ ചട്ടി നല്ല രീതിയിൽ തന്നെ ഒന്ന് മയങ്ങി കിട്ടും. എന്നിട്ട് നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ജസ്റ്റ് അതൊന്ന് കഴുകിയാൽ മതി കേട്ടോ. സോപ്പ് വേണ്ട, സാധാരണ നോർമലായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതിയാകും. നല്ല എണ്ണമയമൊക്കെ ഉള്ള നന്നായിട്ട് ചട്ടി ആ ഒരു മണ്ണിൻ്റെയൊക്കെ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറിയിട്ട് ചട്ടി നമുക്ക് ഇതുപോലെ ഒന്ന് മയങ്ങി കിട്ടും. അപ്പോൾ ഒരു ചട്ടി ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ചട്ടികളെല്ലാം ഇതേ മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഓരോ ദിവസം ഓരോന്നാണ് കേട്ടോ മയക്കെടുത്ത്. എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. നമ്മൾ ഒരു ദിവസം ആ ഒരു അരി കഴുകുന്ന വെള്ളം ആ ഒരു കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ച് വെച്ചിട്ട് തിളപ്പിക്കുക. നന്നായിട്ട് വെള്ളം വറ്റിയതിന് ശേഷം കളയുക. എന്നിട്ട് പിന്നെ ഒന്ന് കഴുകിയിട്ട് ഇതുപോലെ എന്തെങ്കിലും ഇട്ട്. ഇപ്പോൾ ഈ ചട്ടി ഞാൻ മയക്കെടുക്കുന്നത് മല്ലി വെച്ചിട്ടാണ്. കുറച്ച് മല്ലി ഉണ്ടായിരുന്നു, അത് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ചെറിയ ജാറിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ശകല എണ്ണ ഒഴിച്ച് ഒരു മല്ലി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് വറുത്ത് കൊടുക്കുകയാണ്. ഈ ഒരു വറുത്തെടുക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ
വറുത്തെടുത്താൽ മതിയാകും. അപ്പോൾ എന്തായാലും ഈ ഒരു മല്ലി നല്ല രീതിയിലൊന്ന് കരിഞ്ഞു വരണേ. അതിന് ശേഷം വേണം നമ്മൾ ആ ഒരു ചട്ടി ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ അടുത്ത ദിവസം കഞ്ഞിവെള്ളവും ആ ഒരു അരി കഴുകിയ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ പദം ഇങ്ങനെ മുകളിലോട്ട് വരും. ആ ഒരു പദം ഒന്ന് കോരി മാറ്റിയിട്ട് വേണം തിളപ്പിച്ച് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പൊങ്ങിക്കളയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ ചട്ടികളും ഞാൻ ഒരുപോലെ ഒന്ന് മയക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മൺചട്ടിക്ക് നമ്മൾ ആദ്യമേ മീൻകറിയൊന്നും കൊണ്ടുവയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. ജസ്റ്റ് ഒരു റോസ്റ്റ് പോലത്തെ സംഭവങ്ങളൊക്കെ ആദ്യം തയ്യാറാക്കാം. പിന്നെ അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ നമ്മൾ ആദ്യം ചെയ്യുന്നുണ്ട്. തോരനോ അവിയലോ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആദ്യം ഒരു 3-4 തവണ വെച്ചതിന് ശേഷം വേണം നമ്മൾ മീൻകറി ചട്ടിയിൽ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ആ ഒരു പച്ച ചുവൊന്നും ഇല്ലാത്ത രീതിയിൽ കിട്ടും. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യും.